ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഹീലായി കഴിഞ്ഞിട്ടുള്ള ഡിവൈൻ മാസ്കുലൈൻ്റെ ക്വാളിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ പോയിന്റ് വന്നിട്ട് അവർ ഈ കണക്ഷനെ ആക്സെപ്റ്റ് ചെയ്യും. അതായത് ഇതൊരു ട്വിൻ ജേർണി ആണെന്നൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ ഇതൊരു ഡിനൈ ചെയ്യാൻ പറ്റാത്ത ഒരു ബോണ്ടാണെന്ന് അവർക്ക് മനസ്സിലാകും. എല്ലാ തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്സിനെ പോലെയല്ല ഈ ഒരു കണക്ഷൻ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഡിവൈൻലി ഗൈഡഡ് കണക്ഷൻ ആണെന്ന് അവർക്ക് മനസ്സിലാകും. അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ ഫെമിനൈൻ എനർജി മനസ്സിലാക്കുന്നത് പോലെ തന്നെ അവർക്കും ഇതൊരു ഇൻറ്റൻസ് കണക്ഷൻ ആണെന്ന് അറിയാം, മനസ്സിലാക്കും. എന്നാൽ അവർ അവരുടെ ഷാഡോ സൈഡിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടും അവരിൽ നിന്ന് ഒളിച്ചോടുന്നത് കൊണ്ടും അവരൊരിക്കലും ഈ കണക്ഷനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഹീൽഡായി കഴിയുമ്പോൾ അവർ ആസ് ഇറ്റ് ഈസ് ആയിട്ട് ഈ കണക്ഷനെ അക്സെപ്റ്റ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് അതുവരെ അവർ 3D ലൈഫിൽ വളരെ ബിസി ആയിരിക്കും, മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ. അതായത് അവരുടെ ഫാമിലി, അവരുടെ ഫൈനാൻസ്, അവരുടെ ഒരു ഇമേജ് കാണും സൊസൈറ്റിയിൽ. ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം കൺസേൺഡ് ആയിട്ട് ജീവിക്കുന്നവരായിരിക്കും. എന്നാൽ ഹീൽഡായി കഴിയുമ്പോൾ അവർക്ക് ഇതൊക്കെയും ഒരു മായയാണെന്ന് തോന്നാൻ തുടങ്ങും, ഒരു ഇല്യൂഷനാണെന്ന് തോന്നാൻ തുടങ്ങും. കാരണം അത്രയും നാളും അവർ ഏറ്റവും കൂടുതൽ വർത്ത് കൊടുത്തിരുന്നത്, അവരുടെ സമയം കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആണെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നുമായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ട്രിഗർ കിട്ടുന്നത് അവേക്കനിങ്ങിൻ്റെ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിയലൈസേഷനിലേക്ക് അവർ വരികയും അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് വന്നിട്ട് ഡിസ്ട്രോട്ടഡ് എനർജിയിലിരിക്കുമ്പോൾ മസ്കുലൈൻ എനർജിക്ക് ആങ്കർ ഇഷ്യൂസ് ഒത്തിരി കാണും. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, ഒന്നിനെയും ഫേസ് ചെയ്യാതിരിക്കാനായിട്ട് ആ ദേഷ്യത്തിൻ്റെ ഒരു മുഖം മൂടി അണിഞ്ഞ് അവർ ലൈഫിൽ അങ്ങനെ ജീവിക്കുന്നവരായിരിക്കും. അത് ഏതൊരു സിറ്റുവേഷൻസിലും ഈവൻ അവരുടെ കൗണ്ടർ പാർട്ടിൻ്റെ അടുത്ത് പോലും അവർ പല കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ഈ ദേഷ്യത്തിൻ്റെ ഒരു മുഖം മൂടി ഉപയോഗിക്കുന്നവരായിരിക്കും. എന്നാൽ ടോട്ടലി ഹീൽഡായി കഴിയുമ്പം അവരുടെ ആങ്കർ ഇഷ്യൂസ് ടോട്ടലി ഡിസോൾവ് ആവും. കാരണം എപ്പോഴാണോ ഫെമിനൈൻ എനർജി തൻ്റെ ചക്രാസിൽ വർക്ക് ചെയ്ത് അസെൻഡ് ആവുന്നത്, അതിൻ്റെ കൂടെ തന്നെ മസ്കുലൈൻ എനർജിയുടെ ചക്രാസ് ഇവിടെ ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഫെമിനൈൻ എനർജിയുടെ കൂടെ തന്നെ മസ്കുലൈൻ എനർജിയും എനർജറ്റിക്കലി ബാലൻസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആങ്കർ ഇഷ്യൂസ് കുറയും, അല്ലെങ്കിൽ ടോട്ടലി ഇല്ലാതാവും. ഈ ജേർണിയിൽ അവേക്കനിങ് സ്റ്റേജിൽ വരുമ്പോൾ തൊട്ട് മസ്കുലൈൻ എനർജിയുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിരിക്കും. അത് ഡിവൈനായിട്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങളെ ശരിക്കും എക്സ്പ്രസ് ചെയ്യില്ല. ഫെമിനൈൻ എനർജിയുടെ ഏറ്റവും വലിയ പരാതിയും ഇതായിരിക്കും, ഒന്ന് പറഞ്ഞുകൂടെ, എന്താണ് മനസ്സിലുള്ളത് ഒന്ന് പറഞ്ഞുകൂടെ, അതായിരിക്കും ഏറ്റവും വലിയ ക്വസ്റ്റ്യനും. എന്നാൽ ടോട്ടലി ഹീൽഡായി കഴിയുമ്പോൾ ഇവിടെ ഇവരുടെ ത്രോട്ട് ചക്ര അൺബ്ലോക്ക് ആവും. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഇമോഷൻസിനെ അതേപോലെ എക്സ്പ്രസ് ചെയ്യും. അവരുടെ ഹാർട്ടിലുള്ള കാര്യങ്ങൾ അതേപടി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അവരുടെ ഹാർട്ടിനെ കേൾക്കാനും അവർ പഠിക്കും. ഡിസ്ട്രോട്ടഡ് എനർജിയിലിരിക്കുമ്പോൾ കള്ളം പറയുന്ന, ലോയലായിട്ട് ഇരിക്കാത്ത, ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കാത്ത ഒരു മസ്കുലൈൻ എനർജി ആയിരിക്കും പലപ്പോഴും പല കണക്ഷൻസിലും നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ ഹീൽഡായി കഴിയുമ്പോൾ അവർ സത്യത്തെ ചൂസ് ചെയ്യും. കാരണം അവരുടെ ത്രോട്ട് ചക്ര ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കും. അവർ ലോയലായിരിക്കും, ഡെഡിക്കേറ്റഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളിലും. ഡിസ്ട്രോട്ടഡ് എനർജിയിലുള്ളപ്പോൾ ഉള്ള അഡിക്ഷൻസ്, ഒബ്സഷൻ എനർജി കാണും. മസ്കുലൈൻ എനർജിയിൽ ഡോമിനേറ്റീവ് ആയിരിക്കും, പലപ്പോഴും അബ്യൂസീവ് ആയിരിക്കും. അവർ അബ്യൂസീവ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ഹീൽഡായി കഴിയുമ്പം ഇതിനെയൊക്കെയും ലെറ്റ് ഗോ ചെയ്യാൻ അവർക്ക് ഈസി ആയിരിക്കും. ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞിരിക്കും അവർ.
അവരുടെ ഈഗോ ടോട്ടലായിട്ടും ഡിസോൾവ് ആയി കഴിഞ്ഞിരിക്കും. അതുവരെ തൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ താൻ ചെയ്തിരുന്ന എല്ലാ തെറ്റുകളെയും അക്സെപ്റ്റ് ചെയ്യും. അതുവരെ ഉള്ള എല്ലാ ഫെയിലേഴ്സിനെയും അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടല്ല, ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് മസ്കുലൈൻ എനർജിക്ക് വരും. അതായത് അതുവരെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു മസ്കുലൈൻ എനർജി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ തുടങ്ങും. ഹീൽഡ് ആയി കഴിയുമ്പം ഡിവൈൻ എനർജിയിൽ വരുന്നത് കൊണ്ട് തന്നെ മസ്കുലൈൻ എനർജി കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ടേൺ ആവും. അതിനു മുമ്പും അവർ പല കണക്ഷൻസിലും സ്പിരിച്വൽ ആയിരിക്കാം. അതായത് അവരവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിനെ ആരാധിക്കുന്നവരൊക്കെ ആയിരിക്കാം. എന്നാൽ കൂടുതലും ഡെപ്തായിട്ട്, അതായത് നമ്മളെങ്ങനെയാണോ ഈ ജേർണിയിൽ വന്നു കഴിയുമ്പം സ്പിരിറ്റ് ഗൈഡ്സിനെ ഏഞ്ചൽസിനെ ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അതേപടി അതൊക്കെ ഉണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. എന്നാൽ ബിയോണ്ട് ഈ 3D ലൈഫിനേക്കാളും എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അവർ വരികയും അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഡിവൈൻ മസ്കുലൈൻ എനർജി ഹീൽഡ് ആയി കഴിയുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, തൻ്റെ കൗണ്ടർ പാർട്ട് ഇല്ലെങ്കിൽ താൻ ഇൻകംപ്ലീറ്റ് ആണെന്ന് അവർ മനസ്സിലാക്കും. കാരണം അതുവരെയുള്ള ലൈഫിൽ അവർക്ക് മേ ബി അവരുടെ ചുറ്റും ആൾക്കാരുണ്ടായിരിക്കാം, വളരെയധികം ആൾക്കാരുടെ കൂടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ ഫൈനാൻഷ്യലി വളരെയധികം സ്റ്റേബിളായിട്ട് സൊസൈറ്റിയിൽ ഒരു ഇമേജ് ഉള്ള ഒരാളായിരിക്കാം മസ്കുലൈൻ എനർജി പലപ്പോഴും. എന്നാലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇൻകംപ്ലീറ്റ്നെസ് എല്ലായ്പ്പോഴും ഒരു ഫീൽ ആവും. എന്നാൽ ടോട്ടലി അവേക്കൻഡ് ആയി കഴിയുമ്പോൾ അവർക്ക് റിയലൈസ് ആവും അവരുടെ ലൈഫിൽ ഉള്ള ഇൻകംപ്ലീറ്റ്നെസ് അവരുടെ കൗണ്ടർ പാർട്ട്, അതായത് അവരുടെ ഫെമിനൈൻ എനർജി ആണെന്നും അതിനെ അതേപടി അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഏതൊരു സാഹചര്യത്തിലും ഹീൽഡ് മസ്കുലൈൻ എനർജി തൻ്റെ ഫെമിനൈൻ എനർജിയെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. അത് ലോകം തന്നെ ഒരു സൈഡിൽ നിന്നാലും അവരതിനെ ഫേസ് ചെയ്തിരിക്കും, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ, ആ പ്രയോറിറ്റി കൊടുക്കുന്നത് തൻ്റെ കൗണ്ടർ പാർട്ടിന് തന്നെയായിരിക്കും. ഡിവൈൻ ഫെമിനൈൻ എനർജി എങ്ങനെയാണോ അങ്ങനെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യും. അതായത് അതുവരെ അവരെന്ത് തെറ്റ് ചെയ്താലും അതിനെ അതേപടി ആക്സെപ്റ്റ് ചെയ്ത് ഫൊർഗീവ് ചെയ്യാനുള്ള കഴിവ് മസ്കുലൈൻ എനർജിക്കുണ്ട്. അത് ഹീൽഡ് ആയി കഴിയുമ്പോൾ അവർ അതേപടി ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഡിസ്ട്രോട്ടഡ് എനർജിയിൽ ഇരിക്കുമ്പോൾ എല്ലായ്പ്പോഴും അവർ ഫെമിനൈൻ എനർജീനെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ വേയിലായിരിക്കും പലപ്പോഴും നോക്കുന്നത്. പല കണക്ഷൻസിലും ഒരു ഫ്ലഡ് എനർജിയിലായിരിക്കും അവർ, ഒരു ലസ്റ്റിൻ്റെ എനർജിയിലായിരിക്കും ഡിസ്ട്രോട്ടഡ് ആയിട്ടിരിക്കുമ്പോൾ. എന്നാൽ ഡിവൈൻ എനർജിയിലേക്ക് വരുമ്പോൾ, ഹീലായി കഴിയുമ്പോൾ അവർ തൻ്റെ ഫെമിനൈൻ എനർജിക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ പഠിക്കും. എല്ലായ്പ്പോഴും ഫെമിനൈൻ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതായത് എക്സ്റ്റേണൽ കാര്യങ്ങളിൽ നിന്നുമൊക്കെയും ഒരു ഫെമിനൈൻ എനർജിക്ക് എല്ലായ്പ്പോഴും ഒരു പ്രൊവൈഡർ ആവാൻ അവർ ശ്രമിക്കും. ഇത്രയുമാണ് കോമൺ ആയിട്ട് മസ്കുലൈൻ എനർജി, ഹീൽഡ് മസ്കുലൈൻ എനർജിയുടെ ക്വാളിറ്റീസ് കണ്ടിരിക്കുന്നത്. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട് അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജായിട്ട് അയക്കാവുന്നതുമാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.